ദൈവതിരുനാമത്തിന് മഹത്വം. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി, വന്യ കോർപ്പിസ്കോപ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ഭദ്രാസന ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, സമയം അല്പം വൈകി, അല്പം തമുക്കൊക്കെ കഴിച്ചു, പലരുടെയും വിശപ്പൊന്നും അങ്ങ് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ യോഗമൊത്തിരി ദീർഘിപ്പിച്ച് നിങ്ങളെ തിരികെ വീടുകളിലൊക്കെ എത്തേണ്ടതാണ്. ഒത്തിരി സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അസുഖത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു കൃപ നമ്മുടെ മേലുണ്ട്. ഇവിടെ ശ്രേഷ്ഠ ബാബ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ 1970 കാലഘട്ടങ്ങളിൽ വളരെ ലളിതമായ രീതിയിൽ ആരംഭിച്ചതായ യാക്കോബായ സുറിയാനി സഭാ മക്കളുടെ ഐക്യവും ആരാധനയുമെല്ലാം ഇന്ന് വളരെ വിപുലമായ രീതിയിലേക്ക് വളർന്ന് ദൈവം കൃപ ചെയ്ത് ഇത്രയും ധന്യമാർന്ന ഒരനുഭവത്തിൽ ആക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ധന്യതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുന്നു. 1970 കാലഘട്ടങ്ങളിൽ പരിശുദ്ധ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവറിയോസ് തിരുമേനി റഷ്യയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ളതായ ഒരു താല്പര്യം എടുക്കുകയും ആ താല്പര്യം ഇവിടെ ഒരു കോൺഗ്രിഗേഷൻ ലണ്ടനിൽ രൂപീകൃതമാകുവാൻ ഇടയാകുകയും ചെയ്തു. അന്ന് അപ്രകാരം രൂപീകൃതമായ കോൺഗ്രിഗേഷനിൽ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരിയും ആ കുടുംബവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ വാർദ്ധക്യത്തിലാണ്. ചാച്ചന് 96 വയസ്സായി, ആൻറ്റിക്ക് 88 വയസ്സായി. അവരിപ്പോഴും ലണ്ടനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അല്പമൊന്ന് മന്ദീഭവിച്ചതായ പരിശുദ്ധ സുറിയാനി സഭയുടെ, പ്രത്യേകിച്ച് മലങ്കരയിൽ നിന്നുള്ളതായ ദൈവമക്കളുടെ കൂട്ടായ്മ കൂടുതൽ ഊർജ്ജസ്വലമാക്കി തീർത്തത് ഇപ്പോഴത്തെ നമ്മുടെ ശ്രേഷ്ഠ ബാബ തിരുമേനിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ബാബ തിരുമേനിയുടെ സാന്നിധ്യവും ബാബ തിരുമേനിയുടെ ഈ സ്ഥാനലബ്ധിക്ക് ശേഷമുള്ളതായ ഈ ഭദ്രാസനത്തിലേക്കുള്ളതായ എഴുന്നള്ളത്തുമൊക്കെ നമുക്ക് ഇനി കൂടുതൽ വളരുവാൻ, പുതിയൊരു മുഖത്തോടുകൂടി, ആർജവത്തോടുകൂടി നമുക്ക് കൂടുതൽ ശക്തി ലഭിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടരുവാൻ ലഭിക്കുന്നതായ ഒരവസരമായിട്ട് തന്നെ കാണാം. ബാബ തിരുമേനി എഴുന്നള്ളി വരുമ്പോൾ ഭദ്രാസന ആസ്ഥാനത്തിന് വേണ്ടിയുള്ള നടപടികളുമൊക്കെയായി നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. നിങ്ങളെല്ലാവരും ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി അകമഴിഞ്ഞ് ഓരോരോ ഇടവകകളും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി, ഞാൻ 20 പൗണ്ട് വെച്ച് 10 പ്രാവശ്യത്തേക്ക് ഭദ്രാസന ആസ്ഥാനം വാങ്ങിക്കുവാനുള്ള ആ തുക സമാഹരണത്തിലേക്ക് വേണ്ടി ഡയറക്റ്റ് ഡെബിറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു കൈത്താങ്ങൽ എന്ന വിധം സഭാസ്നേഹം, നമ്മളുടെ സഭയുടെ വളർച്ചയിൽ പങ്കുകാരനാകുവാനുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഞാനൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം കേട്ടു. ശരിയല്ലെങ്കിൽ നിങ്ങൾ പറയണം, തിരുമേനി പറയണം ശരിയല്ലെന്ന്. ഈ മാസം എൻ്റെ ബാബ NHSൽ ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും സ്റ്റാഫിനൊക്കെ ഇൻക്രിമെൻ്റ് കിട്ടിയതായ ഒരു സമയമാണ്. കണ്ടോ, ചിരിക്കണ കണ്ടോ? നല്ല ഒരു തുക നിങ്ങൾക്ക് ഈ മാസം ഇൻക്രിമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കൈപൊക്കിക്കുമോ? കിട്ടിയോ? കിട്ടി. ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ്. അതിൽ നിന്നെങ്കിലും നിങ്ങൾ അല്പമെടുത്ത് ഈ ഭദ്രാസനത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ആവശ്യകതയിലേക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് പ്രത്യേകിച്ച് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതിന് 1-ന് 30, 60, 100 ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് തരും. അതിനുള്ള ഉദാഹരണമൊക്കെ നാട്ടിൽ കാണാം. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി ഭദ്രാസന ആസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ സഹകരിക്കണം. ഇതെനിക്ക് താമസിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന മെത്രാച്ചന്മാർക്ക് താമസിക്കാനുള്ള ഒരു ഇടമല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സഭയുടെ ഒരു, എൽദോസച്ചൻ പറഞ്ഞതുപോലെ, ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത് എബിനച്ചൻ വാടകയ്ക്ക് കിടക്കുന്ന വീടാണ്. അത് നമ്മുടെ വാട്ട്ഫോർഡിലുള്ള എൽദോസിയേട്ടൻ്റെ വീടാണ്. ഞാനിത് ഓൺലൈനിലൂടെ പറയുമ്പോൾ ലോകം മുഴുവൻ കേൾക്കും. ഇത്രയും പാപ്പരത്തം നിറഞ്ഞ ഒരു കൂട്ടാണല്ലോ ഇതെന്ന്. എൽദോസിയേട്ടൻ്റെ വീടാണ്. എബിനച്ചന് ദൈവം സഹായിച്ചൊരു വീട് കിട്ടി. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ അഡ്രസ്സിൻ്റെ കാര്യം
ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീടിൻ്റെ അഡ്രസ്സ് ഭദ്രാസനത്തിൻ്റെ അഡ്രസ്സാക്കി മാറ്റേണ്ട ഒരു സാഹചര്യം ഈ ഭദ്രാസനത്തിനുണ്ടാകരുത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഒരു അഡ്രസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾ സഹകരിക്കണം. ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. ഷിബിച്ചേട്ടൻ നന്ദി പറഞ്ഞോളും. ഒത്തിരി പേരോട് ഇതുമായി അല്പമായി അധികമായി സഹകരിച്ച അനേകരുണ്ട്. അവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്നലെ മെയിൻ സ്പീക്കറായി വന്നവർ, ബഹുമാനപ്പെട്ട അച്ഛൻ വന്നു, തുടർന്ന് നമ്മുടെ മേയർ എമരിറ്റസ് വന്നു, അങ്ങനെ പലരും വന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഫർമേഷനായിട്ട് അറിയിക്കട്ടെ. ഒന്നാമതായി, പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നമ്മൾ ഒരു പ്രാവശ്യം നടത്തി. 8ഓളം അതിൻ്റെ കാൻഡിഡേറ്റ്സ് അതിൽ സംബന്ധിച്ചു. നമ്മുടെ ഏലിയാസ് അച്ഛൻ ഈ പ്രദേശത്ത് മുഴുവൻ QR കോഡ് അദ്ദേഹം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരിയിൽ ആ തൂണിലൊക്കെ ഇരിപ്പുണ്ട് QR കോഡ്. അടുത്ത ഫെബ്രുവരിയിൽ വീണ്ടും പ്രീമാരിറ്റൽ കോഴ്സുണ്ട്. അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ QR കോഡ് സ്കാൻ ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പലരും ഇത് കഴിഞ്ഞിട്ട് വന്ന് എന്നോട് പറഞ്ഞു, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഓടിച്ചെല്ലുമ്പോൾ ഭദ്രാസനങ്ങളൊന്നും യാതൊരു ദാക്ഷിണ്യവും കാണിക്കുകയില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ മേടിക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുള്ളതായ ക്രാഷ് കോഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി പോകുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു പ്രയാസമാകും. അതുകൊണ്ട് നേരത്തെ തന്നെ അഡ്വാൻസായി ഈ ഫാമിലി കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സിൽ നിങ്ങൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മുടെ യൂത്ത് അസോസിയേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പ് ഒക്ടോബറിൽ നടത്തുന്നുണ്ട്. സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഏകദേശം 260ഓളം കുഞ്ഞുങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആ ക്യാമ്പൊക്കെ സജീവമായി നടത്തുവാൻ വേണ്ടി കൂടുതൽ കുഞ്ഞുങ്ങളെ ആ ക്യാമ്പിലേക്ക് അയക്കുക. ഓൾറെഡി 70ഓളം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. ആ കുഞ്ഞുങ്ങളെയൊക്കെ അയച്ച് അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ദീർഘിപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ശ്രേഷ്ഠ ബാവായുടെ തിരുക്കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, തുടർന്നുള്ള യാത്രയിൽ ഞങ്ങളെയും അങ്ങയുടെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്നുകൂടെ ഈ തരുണത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ച്, ആദ്യമായിട്ട് UK നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. അതിനുശേഷമായിരുന്നു മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ ബാവായ്ക്ക് വന്നത്. അതുകൊണ്ട് ഏതായാലും എല്ലാം ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ഇവിടുത്തെ പ്രോഗ്രാമും അയർലൻഡിലെ പ്രോഗ്രാമൊക്കെ ബെൽഫാസ്റ്റിലെ പ്രോഗ്രാമൊക്കെ ബാവ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ അതൊക്കെ നടത്തി തന്നു. ഒത്തിരി നന്ദി. എല്ലാവരോടും ഒറ്റവാക്കിൽ ഹൃദയംഗമമായിരിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട്